രുചിക്കൂട്ട്. രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റ് സൂപ്പർ ഫുഡായിട്ട് കണക്കാക്കുന്ന കാലമാണിത്. സൂപ്പർ ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആരോഗ്യത്തിന് ഏറ്റവും ഹിതകരമായത് എന്ന രീതിയിൽ കണക്കാക്കുന്നത്, അതായത് ജീവിതശൈലി രോഗങ്ങളിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കാൻ പ്രാപ്തമായവ. അപ്പം ഈ ചെറുമണികളെല്ലാം തന്നെ പോഷക കലവറകളാണ് താനും. അന്നജം കുറവും പ്രോട്ടീൻ, ജീവകങ്ങൾ, ധാതു ലവണങ്ങൾ എല്ലാം കൂടുതലും. അതാണിവയെ പ്രിയപ്പെട്ടതാക്കുന്നത്. നമുക്കേറെ പരിചയം മുത്താറി, കൂവരക്, പഞ്ഞപ്പുല്ല് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഫിംഗർ മില്ലറ്റാണ്. മിക്ക കുഞ്ഞുങ്ങളുടെയും ആദ്യ ആഹാരം ഈ മുത്താറി കുറുക്കായിരിക്കും. പിന്നെ അട, ദോശ, പുട്ട്, അങ്ങനെ പോകുന്നു. ഇപ്പൊ പിന്നെ ബ്രെഡ്, കുക്കീസ്, ബ്രൗണീസ്, അങ്ങനെ ഈ ഒരു മുത്താറിയിൽ നിന്നും ഉണ്ടാക്കാവുന്ന വിഭവങ്ങളുടെ പട്ടിക നീണ്ടു പോകുന്നു. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 2000 മീറ്ററോളം ഉയരമുള്ള സ്ഥലത്തും അതുപോലെ നല്ല വരൾച്ചയുള്ള ഇടത്തും ഒരുപോലെ വളരുമെന്നതാണ്. പിന്നെ കുറെ നാൾ കേടാകാതെ ഇരിക്കും. ഇതാണ് ഈ ഒരു സസ്യത്തിന്റെ കാര്യം പറഞ്ഞ്. പിന്നെ കാൽഷ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം എന്നിവയൊക്കെ ഇതിൽ ധാരാളമുണ്ട്. എന്നാൽ 100 ഗ്രാമിൽ ഒരു ദിവസം വേണ്ടതിന്റെ 63% അയൺ ഉണ്ട്. വിളർച്ച തടയാൻ ഏറെ ഗുണപ്രദമാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. പിന്നെ വേഗം ദഹിക്കുകയും ചെയ്യും. നമ്മളുടെ രാജ്യത്ത്, ഇന്ത്യയുടെ പല പ്രദേശത്തും ഇത് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് കർണാടകയിൽ. അപ്പം റാഗി വിശേഷങ്ങളൊക്കെ നിർത്തി നമുക്ക് പെട്ടെന്നൊരു വിഭവം തയ്യാറാക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചെറുതായി അരിയുകയോ ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുക്കുകയോ ചെയ്യുക. അതുപോലെ സവാളയും അരിഞ്ഞെടുക്കുക. ഇനി ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജ് ഇതും ചെറുതായി മുറിച്ചെടുക്കാം. വെജിറ്റബിൾ ഇഷ്ടമുള്ളതൊക്കെ എടുക്കാൻ കേട്ടോ. ഞാൻ എൻ്റെ ഒരു സെലക്ഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. റാഗിപ്പൊടി അതും കലക്കി വെക്കാം. നല്ല നീട്ടി ഒരു 2-3 സ്പൂൺ മതി. 1 സ്പൂൺ ബട്ടർ, ഓയിൽ അല്ലെങ്കിൽ നല്ലെണ്ണ ഇതിലേതെങ്കിലും ഒരു പാനിൽ ഒഴിച്ച് നമ്മൾ അരിഞ്ഞെടുത്ത പോലെ ഓരോന്നായി വഴറ്റുക. അതായത് ആദ്യം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചെയ്യുന്നു, പിന്നെ സവാള ഇടുന്നു, അത് കഴിഞ്ഞ് നമുക്ക് പച്ചക്കറിയൊക്കെ ഇടാം. അങ്ങനെ ഇവയെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റുക. വഴറ്റിയതിന് ശേഷം ഭയങ്കര ഒരു ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ. വഴറ്റി വന്നതിന് ശേഷം നമുക്കിതിൽ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൈവശമുണ്ടെങ്കിൽ സ്വീറ്റ് കോണും ചേർക്കാം. പച്ചമണം മാറുന്നത് പോലെയൊക്കെ വഴറ്റിയാൽ മതി. ഇനി വെള്ളം ഒഴിക്കണം. അത് നന്നായി തിളയ്ക്കുമ്പോൾ കലക്കിയ റാഗി പൗഡറും ചേർത്ത് പാകത്തിന് കുറുകി വരുമ്പോൾ, അതായത് ഒരു സൂപ്പിന്റെ പരുവമാകുമ്പോൾ, അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം അതേ അളവിലെടുത്താൽ മതി. ഒരു കുറുകിയ പരുവത്തിലുള്ള ഒരു സൂപ്പായിട്ട് കുടിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് കിട്ടുന്ന അളവ്. നാരങ്ങ നീരും ചേർക്കാം അവസാനം. പക്ഷെ ഒന്നും അധികം വേണ്ട. 1 നുള്ളു പഞ്ചസാര, അത് നമുക്കെല്ലാം ഒന്ന് രുചി ക്രമീകരിക്കാൻ ചേർക്കാം. നാരങ്ങയ്ക്ക് പകരം ആപ്പിൾ സിഡർ വിനീഗറും നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഇത് വളരെ രുചികരമാണ്, ഹെൽത്തിയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നമ്മൾ സാധാരണ വെറുതെ പഞ്ഞപ്പുല്ല് കുറുക്കി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർക്ക് ഇഷ്ടമായിരിക്കുമെന്നില്ല. എന്നാലും നമ്മൾ അതിനകത്ത് സാധാരണ എന്ത് ചെയ്യാറുണ്ട്? തേങ്ങാപ്പാൽ ഒഴിക്കും, ശർക്കര ചേർക്കും, നെയ്യൊഴിക്കും, ഇങ്ങനെയൊക്കെ ചെയ്യും. ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ പിഴിയാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അരയ്ക്കുമ്പോൾ നമ്മൾ റാഗിയുടെ കൂടെ കുറച്ച് തേങ്ങ ഇട്ടങ്ങ് അരച്ച് അരിച്ചെടുക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ടെങ്കിലും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കൂ. അവസാനം എന്നിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില പോലുള്ള ഏതെങ്കിലും ഹെർബ്സ് ഇഷ്ടമുണ്ടെങ്കിൽ അതുമൊക്കെ ചേർത്ത് നല്ല രുചികരമായ രീതിയിൽ വൈകുന്നേരം സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ ഒരു സൂപ്പ് കൊടുക്കുക. ഹെൽത്തിയാണ്, ഭയങ്കര റിജുവനേറ്റിംഗ് ആണ്. അതുപോലെ തന്നെ അസുഖം വന്ന് സർജറിയൊക്കെ കഴിഞ്ഞിരിക്കുന്നവർക്കും ഒക്കെ ഇത് നല്ലതാണ്. ട്രൈ ചെയ്ത് നോക്കൂ. രുചിക്കൂട്ട്. നിർവഹണം ലീന.